CPM-ന്റെ തിരക്കഥയിൽ പാവക്കൂത്താടുകയാണ് കേരള പോലീസ്. UDF പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടാനുള്ള CPM-ന്റെ നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പാക്കാനാണ് കേരള പോലീസിന്റെ നിലവിലെ ലക്ഷ്യം. ഒരു സിറ്റിംഗ് MP-യെ തലക്കടിച്ച് ആശുപത്രിയിലാക്കി മതിയാവാതെ സംശയത്തിന്റെ പേരിൽ ഒരു കൂട്ടം UDF പ്രവർത്തകരെ അറസ്റ്റ് കൂടി ചെയ്തിരിക്കുന്നു. പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന ഗുരുതരമായ ആരോപണം ചുമത്തി 7 UDF പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരകളെ വേട്ടയാടുകയും കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന CPM സ്ക്രിപ്റ്റിലെ പോലീസിന്റെ ക്രൂരതയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഷാഫി പറമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ദിവസങ്ങൾ പിന്നിടുമ്പോഴും വേണ്ടുന്ന നടപടി സ്വീകരിക്കാതെ പോലീസിന്റെ പ്രവർത്തികൾ ആരെ സംരക്ഷിക്കാനാണെന്ന് ചോദിച്ചു പോകേണ്ടി വരുന്നു. സംഘർഷത്തെ തുടർന്ന് MP ഉൾപ്പെടെ 300-ലധികം പേർക്കെതിരെ കേസെടുത്ത പോലീസ് ആദ്യത്തെ FIR-ൽ സ്ഫോടക വസ്തു എറിഞ്ഞ കാര്യം എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നതാണ് പ്രധാന ചോദ്യം. വകുപ്പ് ഫോട്ടോഗ്രാഫറുടെ വീഡിയോ കണ്ട ശേഷമാണ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന് മനസ്സിലായെന്ന പോലീസിന്റെ വാദം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്യായമായി സംഘം ചേർന്ന് UDF പ്രവർത്തകരിൽ ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് പോലീസ് രണ്ടാമത് സമർപ്പിച്ച FIR-ൽ അടിവരയിട്ട് പറഞ്ഞത്. പോലീസുകാർക്കിടയിൽ വീണ് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിയ സ്ഫോടക വസ്തുവിന്റെ വിവരം സംഭവം നടന്ന ദിവസം ആർക്കു വേണ്ടിയാണ് പോലീസ് മറച്ചുവെച്ചത്? സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഒരു സിറ്റിംഗ് MP-യുടെ തല തല്ലിപ്പൊളിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെയും ഒരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. MP-യെ അടിച്ച ഉദ്യോഗസ്ഥനെതിരെ സൈബർ ഹാൻഡിലുകളിൽ പ്രതിഷേധിച്ചതിന് പോലും UDF പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത്. പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരള പോലീസാണ് പേരാമ്പ്ര ഇന്ന് സംഘർഷഭരിതമായി തുടരുന്നതിന്റെ കാരണം. പ്രവർത്തകരുടെ അറസ്റ്റിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. K. മുരളീധരൻ നയിക്കുന്ന KPCC-യുടെ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂട്ടറസ്റ്റ്. കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ യാത്രയുടെ പ്രാധാന്യം കുറയ്ക്കാനും ജനശ്രദ്ധ തിരിക്കാനും വേണ്ടിയുള്ള CPM തന്ത്രമാണിത്. കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സംഗമം പേരാമ്പ്രയിൽ നടക്കാനിരിക്കെ അതിനെ തകർക്കാനുള്ള വടകര റൂറൽ പോലീസിന് ലഭിച്ച CPM നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകീയ അറസ്റ്റ് നടപടികൾ. അറസ്റ്റിനെതിരെ കടുത്ത വിമർശനമാണ് K. മുരളീധരൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. പ്രവർത്തകരെ കാണാനായി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തിയേക്കുമെന്ന ഭയം പോലീസിനുണ്ട്. UDF പ്രവർത്തകരെ ജയിലിലടച്ചാൽ കോൺഗ്രസ് അതൊരു ആയുധമാക്കുമെന്ന് ഭയക്കുന്ന പോലീസ് ഇപ്പോൾ അവരെ പുറത്തുവിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ അറസ്റ്റ് കൊണ്ട് UDF-നെ ഒതുക്കാമെന്ന് ആരും കരുതേണ്ട. പേരാമ്പ്രയിൽ വീണ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പേരാമ്പ്രയിലെ തെരുവുകളിലും അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് UDF-ന്റെ തീരുമാനം. CPM-ന്റെ നിർദ്ദേശത്തിൽ അടിമപ്പണി ചെയ്യുന്ന കേരള പോലീസിന്റെ നടപടികൾക്കെതിരെ ജനകീയ പ്രതിഷേധമുയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.